السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رمضان ഷരീഫ് നമുക്ക് സമാഗതമായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ, അതുപോലെ നല്ല രീതിയിൽ തന്നെ യാത്രയാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമദാനിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഹിതപരിശോധന അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. കാരണം നാം ഇടപഴകേണ്ടി വരുന്ന ചില മേഖലകളിൽ നമുക്ക് വന്നുപെടാറുള്ള ഏറ്റവും വലിയൊരു മുസീബത്താണ് കടം വാങ്ങിക്കുക എന്നത്. കടമില്ലാതെ ആർക്കും തന്നെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഒന്നിനു പുറമെ ഒന്നായിക്കൊണ്ടിങ്ങനെ കടങ്ങൾ നമ്മെ വല്ലാതെ പിടിച്ചു മുറുക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കടം മനുഷ്യരാണ് നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്നുള്ളൊരു വസ്തുത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനം അനിവാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കണമെങ്കിൽ, നാം തൗബ ചെയ്ത് സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യരുമായിട്ടുള്ള ഹക്ക് വീടുകയേ പറ്റും. അത് വീടാതെ ഒരുത്തന്റെയും തൗബ പോലും സ്വീകരിക്കുന്നതല്ല എന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളിൽ നിന്നെല്ലാം നമ്മെ എല്ലാവരും രക്ഷിക്കുമാറാകട്ടെ. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ചില പ്രാർത്ഥനകളെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വാലിഹാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗമായി നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم اكفني بحلالك عن حرامك وبطاعتك عن معصيتك واغنني بفضلك عمن سواك. അല്ലാഹുവേ, നീ അനുവദിച്ചവയാൽ, നീ വിലക്കിയവയിൽ നിന്നും, നിന്നെ അനുസരിക്കുന്നതിനാൽ നിന്നെ ധിക്കരിക്കുന്നതിൽ നിന്നും നീ എനിക്ക് സംതൃപ്തി നൽകണമേ. നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ എന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാത്തവനാക്കണമേ എന്നാണ് പ്രാർത്ഥനയുടെ സാരം. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ റബ്ബസ് സമാവാതിസ് സബ്ഇ വറബ്ബൽ അർശിൽ അദീം റബ്ബനാ വറബ്ബ കുല്ലി ശൈഇൻ മുനസ്സിലുത് തൗറാത്തി والإنجيل والقرآن فالق الحب والنبات أعوذ بك من شر نفسي ومن شر كل شيء أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عني الدين واغنني من الفقر. മഹോന്നതമായ സിംഹാസനത്തിന്റെയും സപ്തവാനങ്ങളുടെയും രക്ഷിതാവേ, ഞങ്ങളുടെയും മറ്റെല്ലാ വസ്തുക്കളുടെയും നാഥ, തൗറാത്തും ഇഞ്ചീലും ഖുർആനും ഇറക്കിയ നാഥ, ധാന്യവും വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന അല്ലാഹുവേ, എന്റെ സംവിനയിൽ നിന്നും നിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റെല്ലാ വസ്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. തുടക്കം നീയാണ്, നിനക്ക് മുൻപ് യാതൊന്നുമില്ല. അന്ത്യവും നീയാണ്, നിനക്ക് ശേഷം യാതൊന്നുമില്ല. നിനക്ക് മുകളിലും താഴെയും ആരുമില്ല. അല്ലാഹുവേ, എന്റെ കടബാധ്യത നീക്കി തന്ന് ദാരിദ്ര്യം അകറ്റണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് ഇത്! നാം ഓരോരുത്തരും ജീവിതത്തിൽ പതിവാക്കിക്കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അല്ലാഹുവേ, ദുഃഖം, വിഷമം,
അലസത, ദൗർബല്യം എന്നിവയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു നാഥാ. ലുബ്ധത, ഭയം എന്നിവയിൽ നിന്നും നിന്നിൽ അഭയം പ്രാപിക്കുന്നു. കടാധിക്യത്തിൽ നിന്നും ഞാൻ നിന്നിൽ ശരണം തേടുന്നു. ഈ ദുആ രാവിലെയും വൈകുന്നേരവും നമ്മൾ പതിവാക്കിക്കൊണ്ടിരിക്കുക. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി ദൈനി വഖഹരി റിജാൽ. ഇത് വളരെയേറെ ഉത്തരം കിട്ടുന്ന ദുആ ആണ്. നമ്മളെല്ലാവരും അസർ നിസ്കാരത്തിൽ നമ്മുടെ പള്ളിയിലുള്ള ഇമാമുകൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് പതിവാക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അടുത്തതായിട്ട് അല്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅൽ മുൽക മൻ തശാ വതുൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. تولج الليل في النهار وتولج النهار في الليل وتخرج الميت من الحي وتخرج الميت من الحي وتخرج الحي من الميت وترزق من تشاء بغير حساب تعطي من تشاء وتمنع من تشاء ارحمني رحمة تغنني بها عن الرحمة من سواك. സർവാധിപനായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും നീ ആധിപത്യം നീക്കിക്കളയുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ മാന്യരും നിന്ദ്യരുമാക്കുന്നു. നിന്നിലാണ് സകല നന്മകളും. നീ എല്ലാത്തിനും കൈവുള്ളവനത്രേ. നീ രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും ലയിപ്പിക്കുന്നു. നീ നിർജീവമായതിൽ നിന്ന് സജീവമായതിനെയും സജീവമായതിൽ നിന്ന് നിർജീവമായതിനെയും ഉത്പാദിപ്പിക്കുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കണക്കില്ലാതെ കൊടുക്കുന്നവനാണല്ലോ. നീ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുകയും നീ ഉദ്ദേശിക്കുന്നവർക്ക് തടയുകയും ചെയ്യുന്നു. നിന്റെ ഔദാര്യത്തിൽ നീ എന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാത്തവനാക്കണമേ അല്ലാ. അതുകൊണ്ട് നാം ഓരോരുത്തരും കഴിവിന്റെ പരമാവധി ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കണം. നാം ജീവിക്കുന്ന മേഖലകൾ ആ രീതിയിലായതുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. നാം ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റുള്ളവർ കൈവിട്ടു പോകാതിരിക്കാൻ, നാം നമ്മുടെ ഔദാര്യത്തിലുള്ള നമ്മുടെ അധീനതയിലുള്ള സ്ഥലങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും വലിയ വലിയ മതിലുകൾ കെട്ടിസ്ഥാപിച്ച് അതിനെ ഭദ്രമായി സൂക്ഷിക്കുമ്പോൾ നാം ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി നാം ഒരു പ്രയത്നം നടത്തേണ്ടത് അനിവാര്യമാണ്. നാളെ മഹ്ശറിലെത്തി അള്ളാഹു നമ്മുടെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് യാതൊരു അമലുമില്ലാതൊരു ഘട്ടം വരുമ്പോൾ നാം എന്തിന് ഇത്രയും കാലമയോടെ ജീവിച്ചു എന്നതിനുള്ളത് വളരെ വട്ടപൂജ്യമായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സുബ്ഹാനഹു വ തആല മറ്റുള്ളവരുടെ ഹക്ക് വീട്ടിക്കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് നാം എല്ലാവരും പൊരുത്തപ്പെടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വളരെ രമ്യതയോടുകൂടി പരിഹരിച്ചുകൊണ്ട് നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അമലുകൾക്ക് തക്കതായ പ്രതിഫലം കിട്ടി സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് കടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അടുത്തതായിട്ടൊരു പ്രാർത്ഥനയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി വമുജീബ ദഅവതിൽ മുൽതറീൻ റഹ്മാനദ് ദുനിയാ വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി ബിറഹ്മതിക തുഗ്നിനി ബിഹാ الرحمة من سواك. اللهم فارج الهم كاشف الغم ومجيب دعوة المضطرين رحمن الدنيا ورحيمهما أنت ترحمني فارحمني برحمة تغنني بها الرحمة من سواك. പ്രയാസമനുഭവിക്കുന്നവരുടെ പ്രയാസമകറ്റുന്ന, കഷ്ടപ്പെടുന്നവരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന, ഇഹത്തിലും പരത്തിലും കാരുണ്യവാനായ നാഥ, നീ എന്നോട് കരുണ കാണിക്കുന്നു. നാഥ, മറ്റുള്ളവരുടെ കാരുണ്യമില്ലാതാകുമാറ് നീ എന്നെ കാരുണ്യം ചൊരിയണമേ. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും? നമ്മെ
നാം മാതാവിന്റെ ഗർഭാശയത്തിനകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അന്നപാനീയങ്ങൾ, വെള്ളങ്ങൾ, ജലാംശങ്ങൾ, ഓരോ കാര്യങ്ങളും നമുക്ക് അള്ളാഹു എത്തിച്ചു തന്നു. അതുപോലെ തന്നെ നാം ജീവിക്കുന്ന നമ്മുടെ ആയുസിന്റെ കണക്കിൽ നാം ജീവിക്കുന്ന എത്ര കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുവോ അത്രയും കാലം അള്ളാഹു തന്നെയാണ് നമുക്ക് തരുന്നത്. എല്ലാ റിസ്ക്കും നമുക്ക് വേണ്ടതെല്ലാം തരുന്നതും അള്ളാഹു തന്നെയാണ്. പിന്നെ നാം എന്തിനു മറ്റുള്ളവരുടെ അടുത്ത് പോയി കൈ നീട്ടണം? അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരോട് കൈ നീട്ടിക്കൊണ്ട് യാചിച്ചുകൊണ്ട് ജീവിക്കാതെ അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് മറ്റുള്ളവരുടെ ഹക്കെല്ലാം വീടി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.